ഹലോ ഫ്രണ്ട്സ്, ഇത് പഞ്ചായത്ത് പൈപ്പാണ് കേട്ടോ. ഇത് പ്രഷർ കാരണം പോകാതിരിക്കാൻ വേണ്ടി കമ്പി വെച്ച് കെട്ടി ടൈറ്റാക്കി വെച്ചേക്കുവാണ്. ഇതിൽ നിന്നാണ് നോർമലി ഇവിടെ ഫാമിങ്ങിനും പശുവിൻ്റെ കാര്യങ്ങൾക്കും എല്ലാം വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ലവലോലിക്കയാണ് കേട്ടോ. ലവലോലിക്ക പിടിക്കുന്ന മരമാണ്. പക്ഷേ ലവലോലിക്ക ഉണ്ട്, പക്ഷെ അതിനേക്കാട്ടിലും കൂടുതൽ എറുമ്പിൻ്റെ കൂടാണ് ഇതിനകത്തുള്ളത്. കടിക്കുന്ന എറുമ്പാണിത്. അതിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പം ഞാൻ വാഴയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. ഇത് 20 വാഴയുണ്ട് ഇവിടെ. കാരണം വെച്ചാൽ ഈ സമയത്ത് വാഴയെല്ലാം ഒടിഞ്ഞു വീണുകൊണ്ടിരിക്കുക ഈ ചൂട് കാരണം. അപ്പോൾ നമ്മൾ ഡെയിലി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത് നല്ലോണം പിടിച്ച് വലുതായി വരും. ഇല്ലെങ്കിൽ നശിച്ചു പോകത്തേ. കാരണം വെച്ചാൽ അതുപോലെ ചൂടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. 38 ഡിഗ്രി എബോവ് ചൂടുണ്ട് ഈ അഞ്ചൽ പുല്ലൂർ ഏരിയയിൽ. ഇത് കോമളം എന്ന് പറയുന്ന സ്ഥലമാണ് അഞ്ചൽ. നമുക്ക് ഈ പൈപ്പ് ഇവിടെ ഇട്ടിട്ട് വെയിലത്തുനിന്ന് സൈഡിലോട്ട് മാറിക്കാം. കാരണം നല്ല ചൂടാണ്. നമുക്ക് കുറച്ച് നേരം വെയിലത്തേക്കുമ്പോൾ തന്നെ ആ ചൂടിൻ്റെ കാഠിന്യം മനസ്സിലാവും. ഈ കാണുന്നത് സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ. ഇത് ഒരുപാട് കാ പിടിച്ചപ്പോൾ പച്ച കളറാണ്. പഴുത്ത് കഴിയുമ്പോൾ മഞ്ഞ കളറാവും. ഇത് ബഡ് ചെയ്ത ബ്രീഡാണ്. അതാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ മരത്തിൽ ഇത്രയും കായ പിടിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇത് റംബുട്ടാനാണ് ഈ കാണുന്നത്. ഇതുവരെ പിടിച്ചിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. ചുറ്റിനും കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈർപ്പം പിടിച്ചിരിക്കാൻ വേണ്ടി. നമ്മൾ വെള്ളം ഒഴിച്ച് പിടിക്കുമ്പോൾ ഈർപ്പം അതിനകത്ത് നിൽക്കും. അത് മരത്തിന് നല്ലതാണ്. ഇത് ഈ കാണുന്നത് പേരയ്ക്കയാണ് കേട്ടോ. അകത്ത് ചുമന്ന ഫ്ലഷുള്ള പേരയ്ക്ക. നല്ല ടേസ്റ്റാണ്. വാഴ വളഞ്ഞ് നിൽക്കുന്നു. കാരണം ഒരുപാട് ഇലയുണ്ട് അതിനകത്ത്. അതെങ്ങനെ വളഞ്ഞ് നിൽക്കുന്നു, റെഡിയാക്കണം. ഇതും സ്റ്റാർ ഫ്രൂട്ടാണ്. മൊത്തത്തിൽ പച്ച കളറായതുകൊണ്ട് ഫ്രൂട്ട് ഏതാ ചെടി ഏതാ മരം ഏതാന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതും പുല്ല് കൃഷിയാണ്. ഇത് 100 എബോവ് നട്ടിട്ടുണ്ട്. ഇതും പശുവിന് കൊടുക്കാനാണ്. നമുക്ക് സ്റ്റാർ ഫ്രൂട്ടിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം അത്രയും കായ് പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ആ കായെല്ലാം മുരടിച്ച് പോകത്തുള്ളൂ. പേരയ്ക്ക് ഒഴിക്കാം, വാഴയ്ക്കും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്തേക്കാം. ഇത് വീട്ടിൻ്റെ താഴെ തൊടിയിലാണ്. ഇതൊരു 10-50 മേളിൽ മൂട് പുല്ല് നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നട്ടിട്ട് ഒരു 1.5 മാസം ആവുന്നേ ഉള്ളൂ. അതാ ഇത്രയും നിൽക്കുന്നത് ചെറുതായിട്ട്. പശുവിന് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത് നടുന്നത്. 2 മാസം ആകുമ്പോഴത്തേക്കും പൂർണ്ണമായ വളർച്ചയെത്തും. ഇത് കിളിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കും. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇത് ഈ കുളത്തിൽ നിന്ന് തന്നെ കോരിയെടുക്കുന്ന വെള്ളം. നല്ല തെളിഞ്ഞ വെള്ളം, കുളിക്കാനും ഒക്കെ നല്ലതാണിത്. ഇതെടുത്ത് സൈഡിൽ നിന്ന് മാറ്റി വെക്കാം, തണലത്തോട്ട് വെക്കാം. ഈ കാണുന്നത് കയ്യൂന്നിയൊക്കെയാണ് താഴേക്കുന്നത്. ഈ ചെടി പാരിജാതമാണ് കേട്ടോ. വീട്ടിൻ്റെ അടുത്തൊന്നും ഇത് നടാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അത് താഴെ കൊണ്ടുവന്ന് നട്ടേക്കുന്നത്. ഒരു മുട്ടുമുണ്ട് അതിനകത്ത്. ഇത് ജാതിത്തോട്ടമാണ്. ഒരു ജാതിക്ക പിടിച്ചിരിക്കുന്നുണ്ടോ. സാധാരണ ഇത് മഞ്ഞ കളറായിരിക്കും. ഈ ചൂടിൻ്റെ കാഠിന്യം കാരണം അതിൻ്റെ ഫ്ലഷ് വെള്ളം കാണും. വെളിയിൽ തൊലിയുടെ കളർ കണ്ടു, ബ്രൗൺ കളറായിട്ടിരിക്കുക. ചൂട് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എല്ലാം സെയിം കളറാണ്, അല്ലെങ്കിൽ മഞ്ഞ കളറായിരിക്കും. ഓക്കെ ഗൈസ്.